ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്. ഇവൻ 10ലൊക്കെ പഠിക്കുമ്പോൾ ഇവൻ്റെ അപ്പനും അമ്മയും ഇവനെ ഡെയിലി എല്ലാ ഞായറാഴ്ചയും പോട്ടെ ആശ്രമത്തിൽ കൊണ്ടുവരും ഉച്ച കഴിഞ്ഞ്. അപ്പം കാറ്റഗിസം കഴിഞ്ഞിട്ട് ഇവനെ പോട്ടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. അവധിയുള്ള ദിവസം അവിടെ കൊണ്ടുവന്ന് കുമ്പസാരിപ്പിക്കും, കൗൺസിലിംഗ് നടത്തും, നിത്യാരാധന ചാപ്പലിരുത്തും. അങ്ങനെ ഇവന് ഡിഗ്രി പഠനം കഴിഞ്ഞു. ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ ഇവനൊരാഗ്രഹം, ഒരു കോഴ്സ് പഠിക്കണം. ഈ കോഴ്സ് പഠനമുള്ളത് ഇന്ത്യയിൽ ബാംഗ്ലൂരും പൂനെയിലുമാണ്. ഇവൻ പഠിക്കാൻ പോകുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പഠിക്കാൻ ചെല്ലുന്നു. ഇവനൊരു റൂം കിട്ടുന്നു. ഈ റൂമിൽ 5 കൂട്ടുകാർ വേറെയുണ്ട്. ഒരു കട്ടിൽ, മേശ, പിന്നെ ഒരു സ്ക്രീൻ ഇട്ട് തിരിച്ചിരിക്കുന്നു. അങ്ങനെ 5 കൂട്ടുകാർ താമസിക്കുന്ന ഒരു മുറി. ഇവൻ ആദ്യത്തെ ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് മുറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ 5 കൂട്ടുകാർ ലാപ്ടോപ്പിൽ ബ്ലൂ ഫിലിം, ചീത്ത സിനിമ കാണുന്നു. ഈ 5 കൂട്ടുകാർ ബിയർ കഴിക്കുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരനും ആഗ്രഹമുണ്ട്. ഈ ചെറുപ്പക്കാരനും അവരുടെ പ്രായം 10-23 വയസ്സ്. അവൻ എന്ത് ചെയ്തു? അവൻ കട്ടിലേക്ക് കയറി കണ്ണടച്ച് കിടന്നു. രണ്ടാമത്തെ ദിവസം ഇത് തന്നെ ചീത്ത സിനിമ കാണുന്നു, മദ്യം കഴിക്കുന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ അവന് പഠിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ ഫോൺ വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ തിരിച്ചു വരുന്നു, എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം അമ്മ ചോദിച്ചു, കാരണം എന്താ? ഒത്തിരി ആഗ്രഹിച്ച് പരീക്ഷ എഴുതി പോയതാണ്, സീറ്റ് കിട്ടിയതാണ്. അപ്പം അവൻ കാരണം പറഞ്ഞു, അമ്മേ എൻ്റെ കൂട്ടത്തിൽ 5 കൂട്ടുകാരുണ്ട്. അവർ ഡെയിലി ഈ ചീത്ത സിനിമ കാണുന്നു, മദ്യം കഴിക്കുന്നു. എനിക്ക് ആ മുറിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ റൂം മാറാൻ ചോദിച്ചപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇനി മുറി മാറാൻ പറ്റുകയുള്ളൂ. 1 വർഷത്തേക്ക് അതേ റൂമിലാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഈ അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ നീ കാണുന്നത് ചീത്ത സിനിമ കാണുന്നവരെ, നീ കാണുന്നത് മദ്യം കഴിക്കുന്നവരെ, പക്ഷെ നീ കാണാത്തൊന്നുണ്ട്. അതിനേക്കാൾ ശക്തിയുള്ള ഒന്ന് നിൻ്റെ ഉള്ളിലുണ്ട്. പുറമേ ഉള്ളതിനേക്കാൾ ശക്തനാണ് നിൻ്റെ ഉള്ളിലുള്ളത്. ഈ അമ്മ കുറേ നേരം പറഞ്ഞു കൊടുത്തു. അമ്മ വർഷങ്ങളായിട്ട് പോട്ട മധ്യസ്ഥ പ്രാർത്ഥന വരുന്നൊരമ്മയാണ്. അമ്മ പറഞ്ഞു കൊടുത്തു. ജോലി ഉണ്ടായിരുന്നപ്പോഴും സമയം കണ്ടെത്തി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് രാത്രി വരുന്നൊരമ്മയാണ്. ഈ അമ്മയോട് 1 മണിക്കൂർ സംസാരിച്ചിട്ട് ഇവൻ ഈ മുറിയിൽ ചെന്നു. ഇവൻ ഈ മുറിയിൽ ചെന്നിട്ട് ഇവൻ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തു. ഇവൻ അതുവരെയും തുറക്കാതിരുന്നൊരു ബാഗ് തുറന്നു. അതിൽ നിന്നൊരു കുരിശ് എടുത്ത് സ്റ്റഡി ടേബിളിൽ വച്ചു. എന്നിട്ട് അവൻ മുട്ടുകുത്തി കൊന്തയെടുത്ത് കരുണക്കൊന്തയെല്ലാം തുടങ്ങി. 5 കൂട്ടുകാരപ്പുറത്തിരുന്ന് ചീത്ത സിനിമ കാണുന്നു, മദ്യപിക്കുന്നു. ഈ കൂട്ടുകാരെന്ത് ചെയ്തു? ഈ കൂട്ടുകാർ ബിയർ കുപ്പി പൊട്ടിച്ച് അവൻ്റെ തല വഴി ഒഴിച്ചു. അവൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകാർ ആ മുറിയിൽ വച്ച് മദ്യപിക്കാതെയായി. ഹല്ലേലൂയ. അങ്ങനെ 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ 15 ദിവസത്തെ അവധിയുണ്ട്. 15 ദിവസത്തെ അവധിക്ക് ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ വരുമ്പോൾ ഇവൻ്റെ കൂടെ ഈ 5 കൂട്ടുകാരൻ നാട്ടിൽ വന്നു. ഡിവൈൻ ഇംഗ്ലീഷ് ക്യാമ്പസിൽ വെച്ച് നടന്ന പവർ റിട്രീറ്റിൽ ഇവനോടൊപ്പം ഈ 5 കൂട്ടുകാർ പങ്കെടുത്തു. ഈ 5 കൂട്ടുകാർ പങ്കെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് മാനസാന്തരം ഉണ്ടായി. അവർ തിന്മ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അവർ യേശുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ അവൻ പഠിച്ചു, അവൻ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്തു. അവൻ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത അന്വേഷണ ഏജൻസി എന്ന് വെച്ചാൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA സൈബർ സെല്ലിൻ്റെ ഹെഡായിട്ട് അവൻ ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ.
ഇന്ന് ആ ചെറുപ്പക്കാരൻ നാട്ടിൽ വരുമ്പോൾ അവൻ്റെ മുമ്പിലും പുറകിലും പോലീസ് പ്രൊട്ടക്ഷനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണ്? കാരണം അവൻ നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടൊരു വ്യക്തി അവൻ ആ കൂട്ടുകാരുടെ കൂടെ കൂടിയില്ല, മറിച്ച് അവൻ ആ കൂട്ടുകാരെ മാനസാന്തരപ്പെടുത്തി. അവനവരോട് സുവിശേഷം പറഞ്ഞില്ല, അവരോട് പറഞ്ഞില്ല നിങ്ങൾ മദ്യപിക്കരുതെന്ന്, ചീത്ത സിനിമ കാണരുതെന്ന് പറഞ്ഞില്ല, മറിച്ച് പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയുടെ സാന്നിധ്യം കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ മതി, നീ നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങും. ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ മതി. ഒരു പക്ഷെ നീ ഇപ്പം ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് തിന്മയാണ്, എൻ്റെ മക്കൾ തിന്മയാണ്. നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിൽക്കുക, അവിടെ തീ ഇറങ്ങുന്നത് നിനക്ക് കൺമുമ്പിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായാൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവാത്മാവിൻ്റെ അഗ്നി ഇറങ്ങുകയുള്ളൂ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ.